എഴുതിക്കോ. അതായത് നമ്മൾ ഈ ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് രണ്ട് തന്നെ ആയിട്ട് പഠിക്കണം കേട്ടോ. ബയോ-സവാർട്ട്സ് ലോ എന്ന് പറയുമ്പം ഒരു കണ്ടക്ടറിനകത്തൂടെ ഐ കറണ്ട് കടത്തി വിടുകയും ആ കണ്ടക്ടറിൻ്റെ അവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു. ആണോ? ആണ് ഇല്ലേ? എന്നാൽ ഇത് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ആംബിയർ സർക്യൂട്ടിലോ എന്താ പറയുന്നത് അറിയോ? ആംബിയർ സർക്യൂട്ടിലോ സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്താണ്, ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിലൂടെ ഐ കറണ്ട് കടത്തി വിടുന്നു. ഈ കണ്ടക്ടറിൻ്റെ വെളിയിൽ നിങ്ങൾ ഒരു ലൂപ്പ്, എന്തെങ്കിലും ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിലൂടെ മൊത്തം പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ് ആംബിയർ സർക്യൂട്ടിലോ പറയുന്നത്. ഓക്കെ, അതായത് ഇത് പെർട്ടിക്കുലർലി ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഡി ബി. ഓക്കെ, അത് സ്ക്രീൻ കാണുന്നില്ല. ഓ സോറി. ഓക്കെ, നോക്കിക്കോളൂ. അതായത് നമ്മൾ എന്താണ്, ആംബിയർ സർക്യൂട്ട് ലോയും ബയോ-സവാർട്ട്സ് ലോയും രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോ-സവാർട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ബയോ-സവാർട്ട്സ് ലോ എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടു. അതൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള കണ്ടക്ടറാണ് എങ്കിൽ അതിൻ്റെ ചെറിയൊരു ലെങ്ത് എലമെൻറ്റ് ഡി എൽ. അപ്പം ഇത്തരത്തിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നത് ഐ ഡി എൽ ആണ്. ഈ ഐ ഡി എൽ എന്ന് പറയുന്ന ഈ കറണ്ട് എലമെൻറ്റ് അതിൻ്റെ ആർ ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത്? ഡി ബി. അതായത് ഈ ചെറിയ ലെങ്ത് എലമെൻറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഈസിക്കലും എന്താ? μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ബയോ-സവാർട്ട്സ് ലോ. എന്നാൽ നമ്മുടെ ആംബിയർ സർക്യൂട്ട് ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു. ആംബിയർ സർക്യൂട്ട് ലോ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റിനും നിങ്ങളൊരു ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിലൂടെ മൊത്തം പോകുന്ന, അതായത് ഈ നമുക്കറിയാം ഒരു കണ്ടക്ടർ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന് വെളിയിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിളായിട്ടായിരിക്കും ഇതാകുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഞാനൊരു ഏതെങ്കിലും ഒരു ലൂപ്പിലുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു പീസോ അങ്ങനെ തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വെളിയിലുള്ള ഈ ലൂപ്പിലൂടെ എത്രത്തോളം ഈ കംപ്ലീറ്റ് ലൂപ്പിലൂടെ ഇത് ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡും ഇത് ഈ കംപ്ലീറ്റ് ലൂപ്പിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡുമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈ രണ്ട് സംഭവങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും മുമ്പിലുള്ളത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് കുറച്ചുകൂടെ എന്താണ് കണക്ട് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ, നമ്മൾ ആംബിയർ സർക്യൂട്ട് ലോ ഒന്നുകൂടെ വ്യക്തമായിട്ട് പഠിപ്പിക്കാനായിട്ട് പോവാണ്. ആംബിയർ സർക്യൂട്ട് ലോ ഞാൻ കുറച്ച് തന്നിരുന്നു ഇല്ലേ? ആംബിയർ സർക്യൂട്ട് ലോയുടെ ഡെഫിനിഷൻ ഞാൻ തന്നിരുന്നു. എന്താ ആംബിയർ സർക്യൂട്ട് ലോ പറയുന്നത്? ഞാനൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഫുള്ളും എനിക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വെളിയിൽ ഞാനൊരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് ആ ലൂപ്പിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്നത് ഏത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണോ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ കറണ്ടിൻ്റെ μ0I ടൈംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ആണ്, ഫൈ ബി ആണ്. നമ്മൾ ഗോസസ് തിയറത്തിൽ എന്താ പഠിച്ചത്? ഗോസസ് തിയറത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ചാർജ് സ്പെരിക്കൽ ചാർജാണ്. ചാർജ് എപ്പോഴും സ്പെരിക്കലായിരിക്കും. അതിന് എന്തായാലും ആ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂലമുണ്ടാകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വെളിയിൽ ഒരു ഗോഷ്യൻ സർഫസ് കണ്ടുപിടിച്ചാൽ ആ ഗോഷ്യൻ സർഫസിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഇ ആണ്. അതെന്തായിരിക്കും എന്ന് പറയുന്നത്? 1/ε0 ഇൻറ്റു ക്യൂ എന്നാണ് പറയുന്നത്. അതായത് ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന നെറ്റ് ചാർജിൻ്റെ 1/ε0 ടൈംസ് ഈ ഫൈ ഇ തന്നെയാണല്ലോ. ഫൈ ഇനെയാണല്ലോ നമ്മൾ എന്തെന്ന് എടുത്തത്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് എടുക്കുന്നത്. ഇവിടെ ഫൈ ബിക്ക് നമ്മൾ എന്തെന്ന് എടുക്കുന്നു? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഈസിക്കൽ ടു ഇവിടെ 1/ε0 ഇൻറ്റു ക്യൂ ആണെങ്കിൽ ഇവിടെ μ0 ഇൻറ്റു ഐ ആണെന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്.
അത് വെളിയിലത്തെ സർഫസിൽ കൂടെ പോകുന്ന ഫ്ലക്സ്, ഇത് വെളിയിലത്തെ ലൂപ്പിൽ കൂടെ പോകുന്ന ഫ്ലക്സ്, അത് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. നോക്കിക്കോ, നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? വി ക്യാൻ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. We can find electric field of a infinitely long charged plane sheet. We can find electric field due to a conducting sphere. ഈ മൂന്നെണ്ണമാണ് പഠിച്ചത്. ഇവിടെയും നമുക്ക് ഈ ആംബിയർ സർക്യൂട്ട് ലോങ് ഉണ്ട്. നമുക്ക് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും, സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറിൻ്റെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ ഗോസസ് തിയറം കൊണ്ട്, ഇവിടെ ആംബിയർ സർക്യൂട്ടൽ തിയറം കൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇപ്പോൾ ഈ പഠിപ്പിക്കുന്നതിന് 2 കേസ് ഉണ്ട്. ആ കേസ് നല്ല ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാനായിട്ട്. നമുക്ക് നോക്കാം, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എക്സാമ്പിളൊക്കെ പറഞ്ഞ് റെഡിയാക്കാം. നോക്കിക്കോളൂ. അപ്പം നമ്മുടെ എഴുതാനുണ്ടായിരുന്ന ഹെഡിങ് ഇതായിരുന്നു. എന്തായിരുന്നു? ആപ്ലിക്കേഷൻ ഓഫ് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ ആയിരുന്നു. ആംബിയർ സർക്യൂട്ടൽ ലോ ആയിരുന്നു നമ്മൾ ഹെഡിങ് എഴുതിയത്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ആകെ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അതിന് 2 കേസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് നോക്കിക്കോളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്നെ ആര് സഹായിക്കുന്നു? ആംബിയർ സർക്യൂട്ടൽ ലോ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ചാർജ്ഡ് കണ്ടക്ടർ മുഖാന്തരം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ആര് സഹായിക്കുന്നു? ഗോസസ് തിയറം സഹായിക്കുന്നു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പടം വരയ്ക്കുകയാണ്. ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മുകളിലോട്ടും താഴോട്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു അതായത് ഇൻഫൈനൈറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ട് ഇട്ടിരുന്നു. ഇനിയും നമുക്കറിയാം ഇതുവഴി നമ്മൾ കറണ്ട് കടത്തിവിടുന്നു. കറണ്ട് കടത്തിവിടുന്നു. ഉറപ്പായിട്ടും ഇതിന് ചുറ്റിനും എന്തുണ്ടാകുന്നുണ്ട്? ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതിന് വെളിയിൽ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. അല്ലേ? അപ്പം ഇതിനെ നമുക്ക് ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കാം. ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ കണ്ടക്ടർ മുഖാന്തരം ആ കണ്ടക്ടറിൻ്റെ അവിടെ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ ഞാൻ നിങ്ങൾ ഈ പടം തന്നെ വരച്ചാൽ മതി. ഞാൻ ഒരിച്ചിരി കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം കറണ്ട് കടത്തി വിടുകയാണ്. ഈ കറണ്ട് മൂലം ഈ നമ്മുടെ കണ്ടക്ടറിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് എന്നെ ആര് സഹായിക്കുന്നത്? ആംബിയർ സർക്യൂട്ടൽ തിയറം സഹായിക്കുന്നത്. ഇല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നമുക്കറിയാം ഇതിന് ചുറ്റിനും എന്തുണ്ട്? ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്കറിയാം. അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ആ പെർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നെന്ന് കണ്ടുപിടിക്കാൻ ആ പോയിന്റിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു ആംപീരിയൻ ലൂപ്പ് ഞാൻ വരയ്ക്കുന്നത്. ഇത് ആംപീരിയൻ ലൂപ്പാണ്. ആ റെഡിൽ തന്നിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആ ഒരു റേഡിയേഷൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് ഇത് ആംപീരിയൻ എന്താണ്? ഓക്കെ, അത് ആംപീരിയൻ ലൂപ്പാന്ന് ഓൾറെഡി അറിയാം, നേരത്തെ എഴുതിയിട്ടുണ്ടല്ലേ. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ നീല കളറിലുള്ള ആ ഒരു ലൂപ്പിൽ മൊത്തത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഞാൻ ഈ പോയിൻറ്റിൻ്റെ ഈ പോയിൻ്റുള്ള ആ ഭാഗത്ത് ആ ലൂപ്പിൻ്റെ ചെറിയൊരു ലെങ്ത് എലമെൻറ്റ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളക്കാൻ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും ചെറിയൊരു ലെങ്ത് എലമെൻറ്റ് ഞാൻ എടുത്തു, ഡി എൽ. ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളൊന്ന് നോക്കിയേ. അതായത് നമ്മളൊരു കണ്ടക്ടർ ഇങ്ങനെ പോകുന്നു, നമ്മുടെ തമ്പ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നോക്കിയോ, തമ്പ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ബാക്കി വിരലെല്ലാം ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ നമ്മുടെ പോയിൻ്റെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും എങ്ങനെ എഴുതാം? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങനെയായിരിക്കും. അപ്പം ഡി എല്ലിൻ്റെ ഡയറക്ഷനും ഇങ്ങനെ വരച്ചു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിനെ റെഡ് ആയിട്ടാണ് സങ്കല്പിച്ചത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പം ബിയും ഡി എല്ലും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ബിയുടെയും ഡി എല്ലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇവിടെ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ എഴുതുക, കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്നും കൂടെ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം. നന്ദിത മനസ്സിലായോ? നന്ദിത? ഓക്കെ. ഷാരോൺ ഓക്കെ ആണോ? ഷാരോൺ ഓക്കെ. അതേപോലെ തന്നെ ഏബലൊക്കെ ഓക്കെ ആണോ? ഏബൽ, ശ്വേത, ഓക്കെ. അനീറ്റ, പിന്നെ പേരൊക്കെ മറന്നു. ഡെബ്രിയ ഒക്കെ ആണോ? ഡേബ്രിയ ഓക്കെ ആണോ? ഡേബ്രിയ ആർ യു ഓക്കെ? ഹലോ ഡേബ്രിയ, ആർ യു ദേർ? ഹലോ. അനുഗ്രഹം ഓക്കെ ആണോ? അനുഗ്രഹ ഓക്കെ. അനുഗ്രഹം ഓക്കെ ആണോ? ഓക്കെ. പാർത്ഥിബ് ഓക്കെ ആണോ മോനെ? പാർത്ഥിബ് ഓക്കെ, ഫൈൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രാമിനകത്ത് വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതാൻ പോവാണ്. കൺസിഡർ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. കൺസിഡർ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ carrying current I. Let P be a point. At a distance. R from the wire. Already നമ്മൾ ഇതെല്ലാം പറഞ്ഞാണ്. In order to find magnetic field at that point we need to consider an Amperian loop. An Amperian loop around the conductor, including that point. Around the conductor, including that point. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന മൊത്തം ലൂപ്പിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുള്ളത് ഇനിയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഇല്ലേ? അതായത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ആംപിയർ സർക്യൂട്ട് ലോ പറയുന്നത് നമുക്ക് ആസ് പെർ അല്ലെങ്കിൽ ബൈ ആംപിയർ സർക്യൂട്ട് ലോ, ബൈ ആംപിയർ സർക്യൂട്ടൽ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതിയാൽ മതി. ഒന്ന് മാറ്റിയാലേ ഇത് എഴുതാം. ഇതിങ്ങനെ എഴുതണം. അതായത് നമുക്കറിയാം ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയും വെക്റ്ററാണ്, ഈ ഡി എല്ലും വെക്റ്ററാണ്. ഓക്കെ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡി എൽ കോസ് തീറ്റ. രണ്ട് വെക്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഇട്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡോട്ട് എന്നാണ് വായിക്കുന്നത്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ആണ്. അതിനെ വെക്റ്റർ മാറ്റി എഴുതുമ്പോൾ, ഡോട്ട് മാറ്റി എഴുതുമ്പോൾ അതിനെ നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം, കോസ് തീറ്റ കൂടെ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കേസിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് എഴുതാം? ഈസ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡി എൽ ഇൻറ്റു 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി എന്തെന്ന് എഴുതാം? ഈസ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡി എൽ എന്ന് എഴുതാം. ഓക്കെ, ഇനിയും അവർ പറയുന്നത് ആംപിയർ സർക്യൂട്ടിലോ പറയുന്നത് എന്താ? ഒരു ആംപീരിയൻ ലൂപ്പിലൂടെ പോകുന്ന, അതായത് മൊത്തം പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ മൊത്തം പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? ആ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ടോട്ടൽ കറണ്ടിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, ഇല്ലയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര എഴുതിയിട്ട് ആസ് പെർ ആംപിയർ സർക്യൂട്ടല്ലോ, ആസ് പെർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടല്ലോ, അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടൽ ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ നമുക്കറിയാം എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് അല്ലെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് വേണ്ട, ബി ഡി എൽ ഈസിക്കൽ ടു എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
മ്യൂ 0 ഇൻറ്റു ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. കാരണം കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ കറണ്ട് കോൺസ്റ്റൻ്റ് ആകുന്തോറും അപ്പം നമ്മളിപ്പോൾ ഒരേ കറണ്ടാണല്ലോ കടത്തി വിടുന്നത്. അപ്പോൾ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം നമുക്ക് എന്ത് ചെയ്യേണ്ട, നമുക്കവിടെ ബീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബീനെ പുറത്തെടുത്തു. ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഡി എൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ചെറിയ ഒരു ഡി എൽ ആണ് ആ ലെങ്തിൽ എടുത്തിരിക്കുന്നത്, മറ്റേ ആ ലൂപ്പിൽ എടുത്തിരിക്കുന്നത് ഇല്ലേ. ഡി എല്ലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, ഈ ഡി എൽ എല്ലാം കണ്ടോ, ഈ ലെങ്ത് മൊത്തം എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ള അർത്ഥം. ഞാൻ ചെറിയ ചെറിയ ഡി എൽ എവിടെ വേണേൽ കൺസിഡർ ചെയ്താലും ഇതെല്ലാം ഡി എൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് ഡി എൽ ആണ്, ഇത് ഡി എൽ ആണ്, ഇത് ഡി എൽ ആണ്, ഇത് ഡി എൽ ആണ് എന്നാണ് അതിനർത്ഥം ഇല്ലേ. ഞാൻ ഡി എല്ലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, ആ സർക്കുലർ ലൂപ്പിൻ്റെ പെരിമീറ്റർ എടുക്കുക എന്നുള്ളതാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം നമുക്ക് ബി ഇൻറ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് എഴുതാം ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാം, പെരിമീറ്റർ ഓഫ് ആംബീരിയൻ ലൂപ്പ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ആംബീരിയൻ ലൂപ്പ് എന്ന് എടുക്കാം. പെരിമീറ്റർ ഓഫ് ആംബീരിയൻ ലൂപ്പ്, ആംപീരിയൻ ലൂപ്പ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിമ്പിളായിട്ട് എഴുതാം. തന്നെ ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ ബി ഇൻറ്റു, നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുമ്പം ആംബീരിയൻ ലൂപ്പിൻ്റെ റേഡിയസ് 6 ആയതുകൊണ്ട് തന്നെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 2πr ആണ് ഇല്ലയോ. അതും വേണം സൈഡിലോട്ട് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടേക്കണം. അപ്പോൾ നമുക്ക് ഈ ഡി എല്ലിന് ഇൻറ്റഗ്രൽ ഡി എല്ലിന് പകരം 2πr കൊടുക്കാം. ഈസിക്കലും എന്താ മ്യൂ 0 ഐ. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. ബി ഈസിക്കലും എന്താ മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2πr എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, കണ്ടക്ടറിനും ചുറ്റിനും ഉള്ള, അതായത് നേരത്തെ ബയോട്ട് സവാർട്സ് ലോയുടെ എന്താ കൺസെപ്റ്റ്, ബയോട്ട് സവാർട്സ് ലോയുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പം ആ ഡി എൽ എന്ന് പറയുന്ന ആ ലെങ്ത് എലമെൻറ്റ് ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷനാണ്. ഇത് ആംബിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിച്ചിട്ട് ആ സർക്കുലർ ലൂപ്പിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണത്. അത് ഓർത്ത് വെച്ചോണം. രണ്ടും വ്യത്യസ്തമായിട്ട് സെയിം കൺസെപ്റ്റ് തന്നെയാണെങ്കിലും ഇച്ചിരി വ്യത്യാസമുണ്ട്. അതായത് സെയിം കാര്യങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ആ കണ്ടുപിടിക്കുന്ന രീതിയിലും കൺസിഡർ ചെയ്യേണ്ട കൺസെപ്റ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ന്യൂമറിക്കലൊക്കെ ചോദിക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഞാൻ ഈ ചില്ലിട്ട് വെക്കുന്ന ഇക്വേഷൻസ് എല്ലാം യു ഹാവ് ടു ബൈ ഹാർട്ട്. ഇനിയും ചില സ്കൂളിൽ ലൂപ്പിൻ്റെ റേഡിയസ് എ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ മ്യൂ 0 ഐ ഡിവൈഡ് ബൈ 2πa എന്നായിരിക്കും വരുന്നത്. ദാറ്റ്സ് ഓൾസോ ഫൈൻ, ഒരു പ്രശ്നവുമില്ല. ഇനിയും ചോദിക്കല് അയ്യോ അത് എ എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കാര്യം ചോദിക്കല്. ചിലപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എ വെച്ചിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് സെയിം സാധനം തന്നെയാണ്. റേഡിയസ് ഏതാണോ അത് ഉപയോഗിക്കുക. എ ആണെങ്കിൽ എ, ആർ ആണെങ്കിൽ ആർ, എക്സ് ആണെങ്കിൽ എക്സ്, ഇസഡ് ആണെങ്കിൽ ഇസഡ്, എന്തേലും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഈ വയറിൻ്റെ തിക്നെസ് കൺസിഡർ ചെയ്തില്ല. ഈ വയറിനെ ഒരു സിംഗിൾ ഒരു ലൈൻ രീതിയിൽ കൺസിഡർ ചെയ്ത് അതിൻ്റെ തിക്നെസ്, അതിന് റേഡിയസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഉണ്ടെന്നോ ഒന്നും എടുത്തിട്ടില്ല. ആക്ച്വലി ഈ വയറിനെല്ലാം എന്തുണ്ട്, ഡയമീറ്ററും അതേപോലെ തന്നെ അതിൻ്റെ റേഡിയസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമീറ്റർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് അതിൻ്റെ വെളിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കാം. അത് സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ അകത്തൂടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കാം. അങ്ങനെ 2 കേസായിട്ട് നമുക്കിതിനെ പഠിക്കാനുണ്ട്. അപ്പം ഇതിന് താഴോട്ട് എഴുതേണ്ടത് ഇത്ര നിങ്ങൾ എഴുതിയില്ലെങ്കിൽ എന്നോട് പറയണേ. പറയുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തയിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. ഇതിൻ്റെ താഴോട്ട്, ഈ ഇക്വേഷൻ്റെ താഴോട്ട് എഴുതേണ്ടത് ഇഫ് വി കൺസിഡർ the thickness of the wire,
wire, there will be two cases to find the magnetic field. അഥവാ കേസ് 1 എന്ന് കൊടുക്കുക. കേസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്നറിയോ, നമ്മൾ തിക്നെസ് കൺസിഡർ ചെയ്യാണ്. തിക്നെസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ്, ആ വയറിൻ്റെ റേഡിയസിനെ എ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഓർത്തോണം, നമ്മൾ നേരത്തെ എ എന്ന് പറഞ്ഞത് അതിൻ്റെ റേഡിയസ് ആയിട്ട് ചില ടെക്സ്റ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിൻ്റെ റേഡിയസ് എ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പം ചിലപ്പോൾ ഈ തിക്നെസ് എക്സ് ആയിട്ടായിരിക്കും, തിക്നെസ് അല്ലെങ്കിൽ ആ വയറിൻ്റെ റേഡിയസ് എക്സ് ആയിട്ടായിരിക്കും തരുന്നത്. ഇപ്പം നിങ്ങൾ അതൊന്നും കൺഫ്യൂസ് ചെയ്യേണ്ട. നിങ്ങൾ എക്സ്റ്റേണലി കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ആ വയറിൽ നിന്നുള്ള ദൂരം ആറായിട്ടും എടുക്കുക. അതേപോലെ തന്നെ ആ വയറിൻ്റെ തിക്നെസ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ആ വയറിൻ്റെ റേഡിയസ് എ ആയിട്ടും എടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഇൻ കേസ് 1 ആർ വെരി ഗ്രേറ്റർ ദാൻ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വയർ ഒന്ന് സൂം ചെയ്ത് വരയ്ക്കാം. നേരത്തെ ഞാൻ ഇങ്ങനെ വരച്ച വയറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാനൊരു ഇത് വെച്ചിട്ട് സൂം ചെയ്യാൻ പോവാ. അങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ വയർ ദേണ്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ആ വയർ ദേണ്ട് ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? അപ്പോൾ വയറിൻ്റെ കൃത്യം മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും വയറിൻ്റെ ആക്സിസ് ആയിട്ട് നമുക്ക് എടുക്കാൻ. വയറിൻ്റെ ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ വയറിൻ്റെ റേഡിയസും അതേപോലെ ആ പോയിൻറ്റിൻ്റെ റേഡിയസും എടുക്കുന്നത്. എന്നിട്ട് അവർ തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ അതിൻ്റെ റേഡിയസ് എ ആയിട്ട് തന്നിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ആക്സിസിൽ നിന്ന് ഒരു R2 ഡിസ്റ്റൻസ് എന്ന് എടുക്കാം, അല്ലെ R1 ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. R1 ഡിസ്റ്റൻസ് ആറായിട്ട് എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അകത്തുള്ള പോയിൻറ്റിൻ്റെ റേഡിയസിനെ R2 ആയിട്ടും വെളിയിലുള്ള പോയിൻറ്റിനെ R1 ആയിട്ടും എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിൻറ്റ്. ഈ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിങ് വയർ മൂലം അതിൻ്റെ വെളിയിലുള്ള ഒരു പെർട്ടിക്കുലർ റേഡിയസിലുള്ള ഒരു പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? നമുക്ക് ബയോസവാർട്സ് ലോ ഉപയോഗിക്കാം, ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കാൻ വേണ്ടി ആ പോയിൻ്റ് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് വരയ്ക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ ആണല്ലോ? ഇവിടെയും നേരത്തെ പോലെ തന്നെ ഞാനൊരു ചെറിയ ലെങ്ത് എലമെൻ്റ് എടുക്കുകയാണ് ഈ ലൂപ്പിൽ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ലെങ്ത്, അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കണം. അതിനെ DL എന്ന് എടുക്കുന്നു. DL എടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് ഇല്ലേ? ഫുൾ, അതായത് സൂം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കറണ്ട് എന്താ, ആ കണ്ടക്ടറിലൂടെ മൊത്തമാണ് പോകുന്നത് ഇല്ലേ? അപ്പോൾ ഇതാണ് ആ കറണ്ട് ഡയറക്ഷൻ പോകുമ്പോൾ തമ്പ് റൂൾ വെച്ചിട്ട് ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലും എന്ത് തന്നെയായിരിക്കും? ഈ പോയിന്റിലും ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ DLൻ്റെ ഡയറക്ഷനും അങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് θ0 ആയിട്ട് എടുക്കാം. cos 0 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. നേരത്തെ കേസ് അതേപോലെ തന്നെ കൺസിഡർ ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ B ഡോട്ട് വെക്റ്റർ DLനെ നമുക്ക് സിംപ്ലി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് BDL cos θ എന്ന് എഴുതാം. അതിനെ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് BDL cos 0 എന്ന് എടുക്കുന്നു. അതിനെ നമുക്ക് സിംപ്ലി എന്താണ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് BDL × 1 എന്ന് എടുക്കുന്നു. ഓക്കെ, അതായത് നമുക്ക് എന്ത് കിട്ടി? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് BDL എന്ന് കിട്ടി. ഇനി ബൈ എന്താണ്? അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ട് അല്ലോ, അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടൽ ലോ എന്താണ് അവർ പറയുന്നത്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് B ഡോട്ട് DL എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? μ0 I ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? μ0 I ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസിൻ്റെ കാര്യങ്ങളെല്ലാം എന്താ? അവിടെ 1 ആണ്. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുക്കാത്തത്. കോസ് തീറ്റ എന്ന് കൊടുക്കാത്തത്. അപ്പോൾ വെക്ടറാണ്. അപ്പം ഓൾറെഡി അത് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എടുക്കാം? നമുക്ക് ഒരു ഇക്വേഷനും കൂടെ എഴുതാം. വെക്ടർ ഇടാതെ B ഡോട്ട് DL എന്തെന്ന് എഴുതാം? B ഡോട്ട് DL കോസ് തീറ്റ കോസ് 0 എന്ന് കൊടുക്കാം. കോസ് 0 ഈക്വൽ എന്താ? μ0 I. അവിടെ നിന്ന് എന്തെന്ന് കൊടുക്കാം? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് BDL = BDL × 1 ആണ്. അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. BDL = μ0 I എന്ന് കൊടുക്കാം.
അവിടെ നിന്ന് ബി പുറത്തെടുത്തു. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? μ0I എന്ന് കിട്ടി. നമുക്കറിയാം ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറയുമ്പോൾ ആ ഡി എല്ലിൻ്റെ ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്ത ആംബീരിയൻ ലൂപ്പിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പം എന്താണ്? പെരിമീറ്റർ ഓഫ് എന്താണ്? ആംബീരിയൻ ലൂപ്പ് എന്ന് കിട്ടും. ആംബീരിയൻ ലൂപ്പാണ്. അത് നമുക്കറിയാം പെരിമീറ്റർ 2π റേഡിയസ് ആണ്. അപ്പോൾ 2π അവിടെ എടുത്തിരിക്കുന്ന റേഡിയസ് R1 ആയതുകൊണ്ട് R1 എന്ന് എടുക്കുന്നു. ഇനിയും നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. ബി ഈസ് ഈക്വൽ ടു എന്താണ്? 2πr1 ഈസ് ഈക്വൽ ടു എന്താ? μ0I. therefore we will get the final equation as μ0I divided by എന്താ? 2πr1 എന്ന് കിട്ടും. this is the final equation in this case. നേരത്തെ തന്നെ നമ്മൾ നേരത്തെ R ആയിട്ട് എടുത്തപ്പോൾ അവിടെ R വന്നു. ഇവിടെ R1 ആയിട്ട് എടുത്തപ്പോൾ R1 വന്നേ ഉള്ളൂ. കാരണം എന്താ? നേരത്തെ നമ്മൾ വെളിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്തത്, ഇപ്പോഴും വെളിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ എന്താണ് ടുക്ക് ഹിയർ എന്താണ് നമ്മൾ അതിൻ്റെ തിക്നെസ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോഴും പോയിന്റ് വെളിയിൽ തന്നെയാണ്. പക്ഷേ ഡൗട്ട് വരുന്നത് എവിടെയാണെന്നറിയാമോ? അകത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഡൗട്ട് വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത കേസിൽ നിങ്ങളത് ചോദിക്കുക. ഇത് ഇത്ര ഓക്കെ ആണോ എന്ന് പറഞ്ഞേ എല്ലാവരും. ഇത്ര ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഡേബ്രിയ ആർ യു ഓക്കെ? ഡേബ്രിയ അഭിരാം എങ്ങനെയുണ്ട്? അഭിരാമേ ഓക്കെ. അനുഗ്രഹ, അനീറ്റ, അനീറ്റ മനസ്സിലായോ? ചുമ്മാ പറയാണോ? ഓക്കെ. ശ്വേത, നന്ദിത, ഷാരോൺ, പാർത്ഥിപ്പ് പറഞ്ഞില്ല. ഡേബ്രിയ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കാണിക്കാം. കാണാമോ ഇപ്പം? അതോ ഒന്നുകൂടെ സൂം ചെയ്യണോ? ഈ കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ പ്രത്യേകം കാണിച്ചേക്കണം. കണ്ടോ? ഇത് മൊത്തത്തിൽ ആ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്. Excuse me, sir. Okay, പറഞ്ഞോ മോനെ. I left in between. So after b equals μ0I divided by 2π or after that derivation. ഓക്കെ, ഫൈൻ. അത് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അത് തന്നെ. അതായത് ഡി എല്ലിനെ എന്തായിട്ട് ഇൻ്റഗ്രൽ ഡി എല്ലിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? പെരിമീറ്റർ ഓഫ് ആംബീരിയൻ ലൂപ്പായിട്ട് എടുത്തു. ദെൻ എന്താണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബി കണ്ടുപിടിച്ചു. ഇത്രയും ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. Okay, sir. So what's that figure on top? This one. ഇത് പ്രത്യേകം ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ മൊത്തമായിട്ടാണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്തോണം കേട്ടോ. നേരത്തെ നമ്മളൊരു സിംഗിൾ വരച്ചപ്പോഴാണ് തന്നെ ഇങ്ങനെ വരച്ചത്. ഈ സിംഗിളിനെ നമ്മൾ എന്ത് ചെയ്യുക? സൂം ചെയ്ത് വരച്ചിരിക്കുകയാണ്. സൂം ചെയ്ത് വരച്ചപ്പം ഈ കണ്ടക്ടറിലൂടെ മൊത്തം പോകുന്ന കറണ്ടാണ് ഈ എക്സ്റ്റേണൽ പോയിന്റിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അടുത്തേക്ക് വരുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞെങ്കിൽ കേസ് 2 പറയാം. കേസ് 2 ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ഏബിലൊക്കെ കഴിഞ്ഞായിരുന്നോ? ഏബിൽ
ടേബിൾ കഴിഞ്ഞായിരുന്നോ? ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ കേസ് 2 പറയാൻ പോവാണ്. നോക്കിക്കോളൂ, കേസ് 2 എഴുതിക്കോ. കേസ് 2 പറയുന്ന സമയത്ത് എന്താണെന്നറിയാം, പോയിന്റ് അകത്താണ്. കേസ് 2 പറയാൻ പോവാണ്. കേസ് 2 പറയുന്ന സമയത്ത് അതെന്താണ്, അത് അകത്താണ്. ഒരു കുഞ്ഞുങ്ങളെ ഒറ്റ സെക്കൻഡ്. ഓക്കെ, നോക്കിക്കോളൂ. കേസ് 2-ൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ അതേ കൺസെപ്റ്റ് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയേക്കണം, ആർ വെരി വെരി ലെസ് ദാൻ എ. നേരത്തെ ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആയിരുന്നു. അതായത് ആർ എ എന്ന് പറയുന്ന അതിൻ്റെ റേഡിയസിനേക്കാൾ ഒത്തിരി വലുതായിരുന്നു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, വെളിയിൽ കൺസിഡർ ചെയ്ത പോയിന്റ്. അകത്ത് വരുമ്പോഴത്തേക്കും എക്കാട്ടിലും ചെറുതാണ് ആർ, അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇതാണ് നമ്മുടെ കണ്ടക്ടർ, അല്ലേ? ഇതാണ് നമ്മുടെ കണ്ടക്ടർ. ഓക്കെ, വയർ. ആ വയറിൻ്റെ നോക്കിക്കോളൂ, വയർ ഇതാണ് നമ്മുടെ വയർ. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ കൃത്യം സെൻറ്റർ? ഇതാണ് ഇതിൻ്റെ ആക്സിസ്. ഞാനൊന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ശ്രദ്ധിച്ചോണം, വളരെ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസിനെ ഞാൻ എന്തായിട്ട് എടുക്കുക? എ തന്നെയായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? എനിക്ക് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നറിയാമോ? ഇതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലൊരു പോയിൻ്റാണ്. ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. അപ്പം ഒരു കാര്യം ഓർത്തോണം, നേരത്തെ പി എന്ന് പറയുന്ന പോയിന്റ് വെളിയിലായപ്പം ഇതിനകത്തൂടെ മൊത്തം ഒഴുകുന്ന കറണ്ടാണ് ഇവിടെ എഫക്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ, ഈ പോയിന്റ് അകത്ത് കൺസിഡർ ചെയ്യുമ്പം ഇതിനകത്ത് മൊത്തം ഉണ്ടാക്കുന്ന കറണ്ടിൻ്റെ എഫക്റ്റ് ഇവിടെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ എഫക്റ്റ് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ഉള്ളിലാണ്, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇത് ടോപ്പ് വ്യൂ ആണ്, ഇത് സൈഡ് വ്യൂ. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ, മോളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂ ആയിട്ട് കാണുന്നത്. ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇതാണ് നമ്മുടെ ആ പച്ച ഇതാണ് അതിൻ്റെ റേഡിയസ് എ. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് വേണ്ടി ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തൂടെ എൻ്റെയർ ലെങ്തിൽ നോക്കിയേ, ഇത്രയും ഭാഗത്തൂടെ കടന്നു പോകുന്ന കറണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന എഫക്റ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെയുള്ള കറണ്ട് പോകുന്നുണ്ട്, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഈ പോയിന്റിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇത് ഉള്ളിലുള്ളൊരു പോയിന്റാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ആ കണ്ടക്ടറിൽ മൊത്തം ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ മൊത്തം കറണ്ട് ഫ്ലോ ചെയ്യുന്ന എഫക്റ്റ് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അതിൻ്റെ ഉള്ളിലുള്ളൊരു പോയിന്റാണിത്. അപ്പം എനിക്ക് ഇത്രയും പോയിന്റിലുള്ള ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താ ഇത്രയും ഏരിയയിലൂടെ ഒഴുകുന്ന കറണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇത്രയും ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഈ പോയിന്റ് ഉണ്ടാക്കുന്ന എഫക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഐ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് എടുക്കുക. ഇത് ടോട്ടൽ ഐ ആണ്. പക്ഷെ നമുക്കിവിടെ ഇത്രയും യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ മതി എന്നുള്ളതുകൊണ്ട് ഇവിടെ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എടുക്കും.
അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്, ഓർത്തോണം. അത് ഞാനൊന്ന് പറഞ്ഞു തരാം, നോക്കിക്കോളൂ. ഈ കാര്യങ്ങൾ, അപ്പോൾ ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയാമോ കുഞ്ഞുങ്ങളെ? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നൊന്ന് പറയാമോ? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ. എവിടെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോ, അത് എവിടെയാണ് പറയേണ്ടതെന്നും കൂടെ പറയണം. എല്ലാവരും ഒന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് അത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇത് പറയാതെ ഇത് മനസ്സിലാവത്തില്ല. ഷാരോൺ എന്തു പറയുന്നു? മനസ്സിലായി സർ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഈ പോയിന്റ് വേണ്ട, ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ റേഡിയസ് എ ആണെന്ന് എടുത്തു. എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോയിന്റ് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് വേണ്ട ഇവിടെ നിന്ന് ഒരു R2 ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. വേണ്ട ഈ പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആംപിയർ സർക്യൂട്ടൽ ലോ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ആൻ ആംപീരിയൻ ലൂപ്പ് ബൈ കൺസിഡറിങ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അങ്ങനെ ഞാൻ ആംപീരിയൻ ലൂപ്പ് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഇതാണ് അവിടുത്തെ ആംപീരിയൻ ലൂപ്പ്. കണ്ടോ, ഇതാണ് നമ്മുടെ അവിടുത്തെ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതിനകത്തൂടെ മൊത്തം ഒഴുകുന്ന കറണ്ട് ഇവിടെ എഫക്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ആ പോയിന്റ് അതിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും എടുത്താൽ മതി എന്നറിയാമോ? ഇപ്പം ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഇപ്പം ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു സാധനം, ഓക്കെ, ഇതിപ്പം ഒരു റൂം ഫ്രഷ്നറിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇതാണ് വയറിനെ സൂം ചെയ്ത വയറാന്ന് സങ്കല്പിച്ചാൽ മതി. ഇതിൻ്റെ ഏരിയ എന്ന് എടുക്കുന്നത് നമ്മൾ ഏതാണ് എടുക്കുന്നത്? ഇതിൻ്റെ ഏരിയ എടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഏരിയ. കണ്ടോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതിലെ ഒരു യൂണിറ്റ് ഏരിയ, അതായത് ഇതിൻ്റെ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നമ്മൾ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ എടുക്കും. അതിപ്പം ഈ മൊത്തം ഉണ്ട്, അതായത് ഈ മൊത്തം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഒഴുകുന്ന കറണ്ട്, അത് ഞാനൊന്ന് വരച്ച് കാണിക്കാൻ നോക്കിക്കോളൂ. അതായത് മൊത്തം കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇത്രയും പാർട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും? ഇത്രയും അല്ലേ കാണത്തുള്ളൂ. നോക്കിയോ, ഇത്രയുമേ കാണത്തുള്ളൂ ഇല്ലേ? ഇത്രയും ഭാഗമേ കാണത്തുള്ളൂ ഇല്ലേ? ഇത്രയും ഭാഗമേ കാണത്തുള്ളൂ. ഇതിനെ ഒരു യൂണിറ്റ് ഏരിയ ആയിട്ട് എടുക്കാം. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് ആദ്യം നോക്കാം. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആയിരിക്കും. അത് നമ്മൾ I/πa² എടുക്കും. നമ്മൾ എന്താ ചെയ്തത്? കറണ്ട് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഞാൻ ആ മൊത്തം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്തു. മൊത്തം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കിക്കോളൂ, മൊത്തം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അപ്പം നമുക്കറിയാം അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഇൻറ്റു അതിൻ്റെ ലെങ്ത് ആണ് അതിൻ്റെ യൂണിഫോം, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇല്ലേ? ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഏരിയ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത്രയും ഭാഗം അങ്ങ് വെട്ടിക്കളയുക. അതായത് അതിൻ്റെ ടിപ്പിൽ വെച്ച് അങ്ങോട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മളിപ്പം നമ്മുടെ സോസേജൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ളൊരു പാർട്ടാണ് നമുക്ക് കിട്ടുക എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, ഇത്രയുള്ളൊരു പാർട്ടാണ് നമുക്ക് കിട്ടുക ആ വയറിൻ്റെ. ഓക്കെ, ഇതാണ് ഒരു യൂണിറ്റ് ഏരിയ. ഈ യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന കറണ്ട് ഇതുവഴി മൊത്തം പോകുമല്ലോ. ആ കറണ്ടിനെ നമുക്ക് എന്താ I/πa² എടുക്കാം. പക്ഷേ നമുക്ക് ഈ മൊത്തം ഏരിയ കൂടെ പോകുന്ന കറണ്ടാണോ വേണ്ടത്? അല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭാഗത്തൂടെ പോകുന്ന കറണ്ട് എടുത്താൽ മതി ഇല്ലേ? ആ കറണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻറ്റു അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിനെ നമ്മളൊരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? πr² ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ടോട്ടൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ട ഭാഗം മാത്രം കൊണ്ട് ഇൻറ്റു ചെയ്യുക. I/πa² ഇൻറ്റു എന്താ? πr². ഇതായിരിക്കും നിങ്ങൾ ഐക്ക് പകരം ഇവിടെ കൊടുക്കേണ്ടത്. ഇത്രയും നമ്മൾ നേരത്തെ ഇൻ്റഗ്രൽ μ0 I എന്നൊക്കെ കൊടുത്തില്ലേ? അപ്പോൾ ആ μ0 I എന്ന് പറയുമ്പോൾ നേരത്തെ ടോട്ടൽ കറണ്ട് I ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇവിടെ കറണ്ട് വരുമ്പോൾ മൊത്തം കറണ്ട് എടുക്കുന്നില്ല, ഇത്രയും കറണ്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. അത് ഞാൻ എഴുതി തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനത് ഓരോ ഇത് കാണിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. മനസ്സിലായോ? സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പം ഇങ്ങനെയൊന്നും പഠിപ്പിക്കത്തില്ല, ബൈ ഹാർട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. I/πa² ഇൻറ്റു
പൈ എ സ്ക്വയർ ഇൻറ്റു പൈ ആർ ടു സ്ക്വയർ എന്ന് എടുക്കത്തുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് 5 വട്ടം റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ മുട്ടയിടത്തേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ നേരിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേർ കഷായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അത് കൃത്യമായിട്ട് അവരിത് മനസ്സിലാകത്തുകൊണ്ടാണ്. എന്താണ് ഐ ബൈ പൈ എ സ്ക്വയർ എന്തിനാണ് എടുത്തത്, ഇൻറ്റു പൈ ആർ ടു സ്ക്വയർ എന്തിനാണ് ചെയ്തത്, ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മനസ്സിലാവും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അതായത് നമുക്ക് മൊത്തം കറണ്ട് ഇവിടെ എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. ആ പി എന്ന് പറയുന്ന ആ പോയിന്റ് ഉൾപ്പെടുന്ന ആംബിയൻ ലൂപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ അവിടെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സിലിണ്ടറിക്കൽ കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആദ്യം എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ, നമുക്ക് ഈ മൊത്തത്തിലൂടെ ഒഴുകുന്ന കറണ്ട് വേണ്ട അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു യൂണിറ്റ് ഏരിയയിലുള്ള കറണ്ട് കണ്ടുപിടിച്ചു. യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഒഴുകുന്നതിൻ്റെ ഈ ഒരു സർക്കിളിലൂടെ മാത്രം ഒഴുകുന്ന കറണ്ട്, അതാണ് ഐ ബൈ പൈ എ സ്ക്വയർ ഇൻറ്റു നമുക്ക് വേണ്ട എന്താ, ആ മൊത്തം സർക്കിൾ വേണ്ട, എന്താ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഇത്രയും ഭാഗത്തെ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു പൈ ആർ ടു, അതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ആർ ടു ആണ്. അതുകൊണ്ട് അതിൻ്റെ ഏരിയ പൈ ആർ ടു സ്ക്വയർ ആണ്. ഇൻറ്റു പൈ ആർ ടു സ്ക്വയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഐ എടുക്കുന്ന സമയത്ത് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ ഫോർ ഐ. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം പഴയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. ഇത് കത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളാണ് എന്നോട് പറയേണ്ടത്. അഭിരാമിന് എങ്ങനെയുണ്ട്, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ ഇത് വൃത്തിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അഭിരാം മനസ്സിലായി. ഓക്കെ, ഉറപ്പാണോ അതോ ചുമ്മാ പറയാണോ? മനസ്സിലായി. ഓക്കെ. പിന്നെ അനീറ്റ, ഏബൽ, ഡേബ്രിയ, അതേപോലെ പാർത്തിപ്പിനൊക്കെ മനസ്സിലായോ? പാർത്തിപ്പ് ഓക്കെ. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പടം ഇങ്ങനെ തന്നെ അങ്ങ് വരയ്ക്കുക. ഉള്ളിൽ ഈ നീല കളറുള്ള ഭാഗം, വയലറ്റ് കളറുള്ള ഭാഗം, അതേപോലെ ഈ പച്ച കളർ അതിൻ്റെ റേഡിയസ് ആണ്. ഇതെല്ലാം കൃത്യം ഇതേപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഇത് ആംബീരിയൻ ലൂപ്പാന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. ആംബീരിയൻ ലൂപ്പാണിത് ഇല്ലേ, ആംബീരിയൻ ലൂപ്പ്. എന്നിട്ട് ആ കറണ്ടിൻ്റെ ഇത്ര മാത്രം കൊടുത്താൽ മതി. ഇത്രയും ഒഴുകുന്ന കറണ്ട് മാത്രം കണ്ട, ഇതാണ് നമ്മുടെ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. അപ്പം ഇത്ര ഒഴുകുന്ന കറണ്ട് മാത്രമേ ഇവിടെ എഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ താഴോട്ട് ഇത് എഴുതുക, ഹിയർ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എന്താണെന്നറിയോ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. അതായത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എടുക്കേണ്ട കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ ബൈ പൈ എ സ്ക്വയർ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ടോട്ടൽ കണ്ടക്ടർ ഇൻറ്റു ദ കൺസിഡേർഡ് ഏരിയ അല്ലെങ്കിൽ ദ റിക്വയർഡ് ഏരിയ എന്താണ് ഇൻസൈഡ് ദ ആംബീരിയൻ ലൂപ്പ് ഇല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇൻറ്റു എന്താ പൈ ആർ ടു സ്ക്വയറിന് എടുക്കാം. ഇത് മാത്രം മതി നമുക്കിനി ഇക്വേഷൻ. ബാക്കിയുള്ള എല്ലാം പഴയ പോലെ തന്നെ നമുക്കറിയാം. ഇതുവഴി ഡി എൽ പോകുന്നത് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡും പോകുന്നത് ഇങ്ങനെയാണ്, തീറ്റ 0 ആണ്. അപ്പോൾ അതൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, അതൊക്കെ ഓൾറെഡി അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതാൻ പോകുന്നത് തീറ്റ 0 ആണ്. ഹിയർ തീറ്റ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എന്നായിരുന്നു. അതിനെ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡി എൽ കോസ് 0 എന്ന് എഴുതുന്നു. ഡയറക്റ്റായിട്ട് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എന്ന് എഴുതുന്നു. ഇനിയും ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എന്താ ബി ഡി എൽ എന്ന് എഴുതുക, ഈസ് ഈക്വൽ ടു എന്താ മ്യൂ 0 ഐ എന്ന് എഴുതുന്നു. പക്ഷേ ഇവിടുത്തെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഐ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ ബി ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എന്തെന്ന് കൊടുക്കണം, നമുക്കറിയാം ഐ ബൈ പൈ എ സ്ക്വയർ ഇൻറ്റു പൈ ആർ ടു സ്ക്വയർ എന്ന് കൊടുക്കണം. ഓക്കെ. ഇനി നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പം ആ ആംബീരിയൻ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് ആണ് ഓർ പെരിമീറ്റർ ആണ്. അപ്പം ആ പെരിമീറ്റർ 2 r 2 ആണ്. ഈസ് ഈക്വൽ ടു എന്താ മ്യൂ 0 ഐ ബൈ പൈ എ സ്ക്വയർ ഇൻറ്റു പൈ ആർ ടു സ്ക്വയർ ഇല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഈ പൈ കട്ട് ചെയ്ത് പോയി. ഓക്കെ. ഇനി ഇവനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ബി കിട്ടും. ബി ഈസ് ഈക്വൽ ടു എന്താ മ്യൂ 0 ഐ
R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π R2 താഴെ വന്നു ഇൻറ്റു എ സ്ക്വയർ. R2 താഴെ ഒരെണ്ണമുണ്ട്, മുകളിൽ 2 എണ്ണം ഉണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഫൈനൽ ഇക്വേഷൻ B ഈക്വൽ എന്താ, μ0 I R2 ഡിവൈഡഡ് ബൈ 2π എ സ്ക്വയർ എന്ന് വന്നു. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഹിയർ. ഞാനൊരു കാര്യം നേരത്തെ ഇക്വേഷനകത്തും എഴുതാൻ മറന്നുപോയായിരുന്നു. നേരത്തെ നമ്മൾ ഈ ഔട്ട്സൈഡ് പോയിന്റ് കൺസിഡർ ചെയ്തപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, R1 അവിടെ താഴെയാണ് വന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതും കൂടെ ഒന്ന് എഴുതണേ. അതായത് നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇങ്ങനെയല്ലായിരുന്നോ, അതായത് B = μ0 I ഡിവൈഡഡ് ബൈ 2π R1 എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് എഴുതുക, അതിൻ്റെ താഴോട്ട് അതിൻ്റെ സൈഡിലോട്ട് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ എഴുതുക. B is inversely proportional to R എന്ന് കൊടുക്കാം. നമ്മൾ R1 എന്ന് എടുക്കുന്നില്ല, R എന്ന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതാം, B inversely proportional to R. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കി, R മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ, B is directly proportional to എന്തെന്ന് കൊടുക്കാം, R എന്ന് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എഴുതാം, B directly proportional to R. ഇതും ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചേര്, ഇതും ബോക്സ് ചെയ്ത് വെച്ചേര്. അത് ഔട്ട്സൈഡ് പോയിന്റിലെ B ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറും ഇൻസൈഡ് പോയിന്റിലെ B ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറാണ്. ഇത് ഗ്രാഫ്, ഇതിൻ്റെ ഗ്രാഫ് ഒരു പ്രാവശ്യം 2 മാർക്കിന് ഒരു പ്രാവശ്യമല്ല, ഒരു 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 സാധനം കൂടെ എഴുതി ചേർത്തത്. അതും കൂടെ ഒന്ന് ഇത് എഴുതാനുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ, ഞാനത് പറയണേ. നന്ദിതയൊക്കെ ഓക്കെ ആണോ? നന്ദിത ഓക്കെ. ശ്വേതയൊക്കെ ഓക്കെ ആണോ? ശ്വേത? Yes, sir. ഓക്കെ. എന്നിട്ട് എഴുതുക അടുത്ത ഹെഡിങ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് B വേഴ്സസ് R. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് B വേഴ്സസ് R. B വേഴ്സസ് R ചെയ്യുന്ന സമയത്ത് നമ്മൾ Y ആക്സിസിൽ B റെപ്രസെൻ്റ് ചെയ്യുക, X ആക്സിസിൽ R റെപ്രസെൻ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ഒരു ഇത് പറഞ്ഞു തരാൻ നോക്കിയോ. നമ്മൾ ഇങ്ങനെ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. അതായത് ഒരു പോയിൻ്റ് ഈ ആക്സിസിൻ്റെ ഇവിടെ ഇത് എന്താണ് R2 ആയിട്ടും അതേപോലെ വെളിയിലൊരു പോയിൻ്റ് R1 ആയിട്ടും എടുത്തത് ഇല്ലേ, ശരിയല്ലേ? ഓക്കെ. ഇനി അല്ലെങ്കിൽ എങ്ങനെയും ആയിക്കോട്ടെ. അതായത് ഞാൻ ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുകയാണ്. സെൻറ്ററിൽ നിൽക്കുമ്പം എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്നുള്ള കാര്യം, സെൻറ്ററിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് അകത്ത് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്, ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡും റേഡിയസും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണെന്ന് പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കും. സർഫസിൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് ഇങ്ങനെ വരയ്ക്കാം, റേഡിയസ് കൂടും തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഒരു മാക്സിമം വാല്യൂ ആവും. ഇത് B മാക്സ് ആണ്. ഇത് അതായത് ഇത് ഇൻസൈഡാണ്. ഇൻസൈഡിൽ എന്താണ്, B ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇനിയും ഇവിടെ എത്തി, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാണ്. ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം കറണ്ട് ക്യാരി ഒരു മാഗ്നറ്റിൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോകുന്ന സമയത്ത് മാഗ്നറ്റിൻ്റെ എഫക്റ്റ് കുറയും ഇല്ലേ. അപ്പം ഇനി എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞ് ദൂരോട്ട് പോകുമ്പോൾ 0 ആവും. ഇത് ഔട്ട്സൈഡ് പോയിൻ്റാണ്. ഇവിടെ B ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്.
എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. പാർത്ഥിപ്പൊക്കെ എഴുതിയെടുത്തോ? പാർത്ഥിപ്പേ? Yes, sir. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സോളിനോയിഡ്, ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇത് 75% കഴിഞ്ഞു ഈ ചാപ്റ്റർ. ഇനി മാക്സിമം ഒരു 2 ക്ലാസ് കൂടെ കാണാൻ സാധ്യതയുള്ളൂ. അടുത്ത ക്ലാസ്സോ അതിൻ്റെ അടുത്ത ക്ലാസ്സോ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ തീരും, ഈ ചാപ്റ്റർ തീരും. ഇത് ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഇനി ഞാൻ റേ ഓപ്റ്റിക്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ ചാപ്റ്റേഴ്സ് എല്ലാം ആദ്യം പഠിപ്പിച്ച് അങ്ങ് തീർക്കുകയാണ്. അപ്പം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ആ വലിയ ചാപ്റ്റർ ആദ്യം പഠിപ്പിച്ചിട്ട് അത് ഓക്കെ ആകുമ്പം പിന്നീട് ചെറിയ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കോൺഫിഡൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഇത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കേണ്ടത് അടുത്ത മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. പക്ഷേ നമുക്ക് റേ ഓപ്റ്റിക്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോട്ട് വന്നിട്ട് സോളിനോയിഡിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ പഠിക്കണം. അത് സാധാരണ 3 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടുവരാറുണ്ട്. ഒരു 4 വർഷമായി ചോദിച്ചിട്ട്. അപ്പം മേ ബി ദിസ് ഇയർ ആ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത്, ഈ സോളിനോയിഡിൻ്റെ അവിടെ നിന്ന് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഈ സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എനിക്കൊരു 4 വർഷമായിട്ട് അങ്ങനെ അവരധികം ചോദിക്കാറില്ല. 1 മാർക്കിനൊക്കെ ഉള്ളതൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പം അത് പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ഈ വർഷം ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുക. അതുപോലെ ഡെറിവേഷനും പഠിക്കാനുണ്ട്. പിന്നീട് നമുക്ക് ഇനിയും മൂവിംഗ് കോയിൽ ഗാലവനോമീറ്റർ കൺവേർഷനും കൂടെ പഠിക്കാനുള്ളൂ, തീർന്നു. അപ്പം ഓൾറെഡി 75% ആയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഹെഡിങ് എഴുതിക്കോ. മാഗ്നറ്റിക് സോളിനോയിഡ് എന്ന് ആദ്യം ഹെഡിങ് എഴുതിക്കോ. സോളിനോയിഡ് എന്ന് ആദ്യം ഹെഡിങ് എഴുതിക്കോ. സോളിനോയിഡ് ഞാനിത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇന്ന്, ജസ്റ്റ് ആ നോട്ട്സ് ഒന്ന് തരെയാണ്. സോളിനോയിഡ് എന്ന് ഒരു ഹെഡിങ് എഴുതിക്കോ. സോളിനോയിഡ്. എന്നിട്ട് എഴുതേണ്ടത് സോളിനോയിഡ് ഇസ് എ ഡിവൈസ്. സോളിനോയിഡ് ഇസ് എ ഡിവൈസ് which produce a strong magnetic field. Strong magnetic field. ഒരു ഡോട്ട്. രണ്ടാമത്തെ ഡോട്ട്, it is an insulated wire bounded in the form of a helix, in the form of a helix. The net magnetic field is the vector sum of all the turns. അടുത്തത് the field between two neighboring turns vanishes. അടുത്തത് inside the solenoid magnetic field is strong, uniform and parallel. അടുത്തത് outside the solenoid magnetic field is very small and is assumed to be zero തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഇത് ഇത്ര എഴുതിയെടുക്കും. ഇത് ഞാൻ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു റഫായിട്ട് കുറച്ച് ഡയഗ്രാം വരച്ചിട്ട് നിങ്ങളും അത് വരയ്ക്കണം. വരച്ചിട്ടിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം.